വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് ചിത്ലാബ്. ഞാനിപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. കോയിഡ്സിനൊക്കെ ഒരു റെസ്പിറേറ്ററി ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ജോൺ കീറ്റ്സ് അങ്ങനെ തുടങ്ങിയ പലർക്കും. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്ത് ഗുരുവായൂരപ്പൻ എനിക്ക് തന്നൊരു സമ്മാനമാണ് 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം. ഞാൻ എപ്പോഴും പറയാമായിരുന്നു വീടിൻ്റെ അടുത്ത് ഒരു ലക്ഷറി ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ റൂം എടുത്തിട്ട് നമുക്ക് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണമെന്ന്. അത് ഏതായാലും ഇപ്രാവശ്യം നടത്തി തന്നു. പിന്നെ അപ്പോഴാണ് തോന്നിയത് നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേയായി. ശബ്ദമായിരുന്നു ഒരു വില്ലൻ. ഇനിയിപ്പോൾ വോയിസ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇങ്ങനെ 2-3 വീഡിയോ എടുത്തു, അങ്ങനെ ശരിയായില്ല. ഒന്നും കൂടെ ഒന്ന് എനർജി ശരിയാകണം എന്ന് വിചാരിച്ചപ്പോൾ വോയിസ് ഈസ് ഗെറ്റിംഗ് സൂത്ത്. അപ്പോൾ വലത് കയ്യിൽ ഇതൊക്കെ ഉണ്ട്. എനിവേ ഐ എം സോ ഹാപ്പി. ഓണത്തിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അയവറക്കായിരുന്നു. പണ്ട് ഓണത്തിന് ഉപ്പേരി വറക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള ഉപ്പേരിയാണ്. കായുപ്പേരി, വറുത്തുപ്പേരി, അത് കപ്പ ഉപ്പേരി, ഉപ്പുള്ളത്, മധുരമുള്ളത്, ഏലക്കായിട്ട് മിക്സ് ചെയ്തത്, കാരാസേവ എരിവുള്ളത്, മുറുക്ക്, ട്രഡീഷണൽ അരിമുറുക്ക്, കളിയടയ്ക്ക. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇതിങ്ങനെ എൻ്റെ അപ്പനും അമ്മയും കൂടെ 2 ദിവസം കൊണ്ടെല്ലാം വറുത്ത് കോരി പല പല തൂക്കുപാത്രങ്ങളിലായി ഇട്ട് വെക്കും. വീട്ടിൽ സൂക്ഷിക്കാനല്ല. വീട്ടിൽ സൂക്ഷിച്ചാൽ ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഇവരിതെല്ലാവർക്കും കൊടുക്കും. ഇവരുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. പിന്നെ ഓണം കഴിഞ്ഞൊരു മാസത്തിനോടകം വരാൻ സാധ്യതയുള്ള ഞങ്ങളുടെ വീട്ടിലൊരു പുല്ലുകാരത്തി വരികയായിരുന്നു. അവരെങ്ങനെ വിളിക്കുന്നത് ശരിയാണോയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പുല്ല് വെട്ടാൻ വരുന്ന വളരെ പ്രായമായിട്ടുള്ള തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ട്, എന്നിട്ട് ഇമിറ്റേഷൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ എടുത്ത് കാണും. അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ നിലമുട്ട ആണ് ഇരിക്കുന്നത്. ആ പുല്ലുകാരത്തിക്ക് ഒരു പങ്ക് ബാക്കി വെക്കും. പിന്നെ ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ച ഒരു ആശാനുണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു 80-85 വയസ്സുണ്ട്. ആശാൻ വഴി കൂടെ നടന്നു പോകുമ്പോൾ ആശാനെ വിളിച്ച് നിർത്തി ഒരു പൊതി കൊടുക്കും. അങ്ങനെ എത്രയോ വർഷം നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു വിതരണം ഉണ്ടായിരുന്നു. അപ്പം അന്ന് അത് ആസ്വദിച്ച ആൾക്കാരുടെ മനസ്സിലുണ്ടായ സന്തോഷം അതായിരിക്കാം ഇപ്പോഴും ഇന്നും ഞാൻ എൻ്റെ അപ്പനും അമ്മയായിട്ടത് ഷെയർ ചെയ്യാൻ എന്നെ ഗുരുവായൂരപ്പൻ അതിലേക്ക് എത്തിച്ചെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ അപ്പനെപ്പോഴും പറയും, തമിഴിൽ ഒരു പാട്ടുണ്ടെന്ന്, ധർമ്മം തല കാക്കുന്നു. അത് ഭയങ്കര ഒരു വാസ്തവമാണ്. നമ്മളെപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോഴാണ് ദൈവം നമ്മളെ പല രീതിയിൽ സംരക്ഷിക്കുന്നത്. അപ്പോൾ കൊടുക്കുക, അല്ലെ, ദ ഗിവേഴ്സ് ആർ മോർ ഹാപ്പി, നോട്ട് ദ ടേക്കേഴ്സ്. Thank you so much and happy Onam in advance. Celebrate at most, and you can anticipate, you can expect more and more happiness in the future in the same occasions. God will be seeing everything, and God will surely bless you to have more and more Onams and celebrations. Thank you so much.